സംപൂജ്യ സദസ്സിന് നമസ്കാരം. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുള്ളവരാണല്ലോ. നമുക്ക് സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ ചില അനുഭവങ്ങൾ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും മായാതെ നിൽക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ചില അനുഭവങ്ങൾ, എനിക്കുണ്ടായ ചില അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ആദ്യമേ ഒന്ന് പങ്കുവയ്ക്കുകയാണ്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ശിക്ഷ അപ്പോൾ ഉറപ്പായിരുന്നു. ഇന്നത്തെ പോലെയൊന്നുമല്ല, അന്ന് നല്ല ചുട്ട അടി കിട്ടുമായിരുന്നു. ഈ അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരടിയൊന്നുമല്ല, കുറഞ്ഞത് ഒരു 3 അടിയെങ്കിലും കിട്ടും. അപ്പോൾ ആദ്യത്തെ അടി നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കൈയൊക്കെ ഒന്ന് കുടഞ്ഞിട്ട് ഈ സ്കേർട്ടിലൊക്കെ ഒന്ന് തുടച്ചിട്ട് മാത്രമേ രണ്ടാമത്തെ അടിക്ക് വേണ്ടി ഈ കൈ നീട്ടിക്കൊടുക്കുള്ളായിരുന്നു. കാരണം എന്താ, നമുക്കൊരു വൃത്തി വേണ്ടേ? ആ വൃത്തിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ ഈ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ വരുന്ന സാർമാരൊക്കെ അവർ ക്ലാസ്സിൽ ഒരിക്കലും ഇരിക്കാറില്ല. അവർ നിന്നുകൊണ്ട് മാത്രമേ പഠിപ്പിക്കുകയുള്ളൂ. കാരണം എന്താ, എന്നോടുള്ള ബഹുമാനം. അതുപോലെ ഈ പഠന മികവിൻ്റെ കാര്യം നമുക്കറിയാവുന്നതാണല്ലോ. പഠന മികവിൻ്റെ അംഗീകാരമായിട്ട് ഈ സാറെ ക്ലാസ്സിൽ എത്ര പ്രാവശ്യം എന്നെ ഈ സാറിൻ്റെ അടുത്ത് കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ടെന്ന് അറിയാമോ? അതുപോലെ എൻ്റെ ഹാൻഡ് റൈറ്റിങ് ഈ സാറന്മാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവരെന്ത് ചെയ്യും, അവർക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഓരോ ഉത്തരങ്ങളും കുറഞ്ഞതൊരു 100 പ്രാവശ്യമെങ്കിലും എഴുതി ഈ സാറന്മാർക്ക് കൊടുക്കും. എന്തിനാ? അവർക്കൊരു സന്തോഷം വരട്ടെ എന്നോർത്ത്. അതുപോലെ ക്ലാസ്സിൽ സാറ് ചോക്ക് കൊണ്ട് ബോർഡിൽ എഴുതും. അപ്പോൾ ഈ കറുത്ത ബോർഡിൽ വെളുത്ത ചോക്ക് കൊണ്ട് എഴുതുമ്പോൾ ഒരു ഭംഗിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പലരും ആലോചിച്ചിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ചോക്ക് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന്. പക്ഷെ നിങ്ങൾക്ക് നിർഭാഗ്യവശാൽ അത് കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടോ ഞാൻ ചോദിക്കാതെ തന്നെ സാറ് ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചോക്കൊരു പല പ്രാവശ്യം എനിക്ക് എറിഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ ഈ സാറന്മാർ ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുമ്പോൾ അവർക്കൊരു സുരക്ഷ വേണമല്ലോ. ആ സുരക്ഷ ഉറപ്പാക്കാനായിട്ട് ഈ ക്ലാസ്സിൻ്റെ വാതിക്കൽ സാർ എന്നെ എത്ര പ്രാവശ്യം കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട്. അതുപോലെ ഓരോ പരീക്ഷ കഴിയുമ്പോഴും ഓരോ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളും ഒരു 10 പ്രാവശ്യമൊക്കെ ഞാൻ എഴുതി ഈ സാറന്മാർക്ക് കൊടുക്കും. എന്തിനാ? അവർക്ക് ഈ ഉത്തരങ്ങളൊക്കെ ഒന്ന് മനസ്സിലാവണ്ടേ? അങ്ങനെ എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാമായിരുന്നുകൊണ്ട് ഈ സാർ എന്നോട് ചോദിക്കും, നീ എന്തിനാ ഈ സ്കൂളിലേക്ക് വരുന്നവല്ല പണിക്കും പോയിക്കൂടെ എന്ന്. അതൊക്കെ ഒരു കാലം. പ്രിയമുള്ളവരെ, ഇനി ഒരു ശബ്ദ അനുകരണം ആണ്. ഒരു ടീച്ചർ ഒരു 3ാം ക്ലാസ്സിൽ കുട്ടികളെ ഒരു പദ്യം പഠിപ്പിക്കുകയാണ്. ഓമനയായി വളർന്നു നിന്നിടുന്ന രാമനും പിന്നെയാ കാർവർണ്ണനും ചന്തമേഴുന്നൊരു ചെന്തുണ്ടി വാതന്നിൽ ദന്തങ്ങൾ പോന്നു വന്നങ്കുരിച്ചു. സാറത് ടീച്ചർ ക്ലാസ്സിൽ 3ാം ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. അപ്പോൾ അടുത്ത പീരീഡ് ടീച്ചർ ഒരു 9ാം ക്ലാസ്സിൽ പഠിപ്പിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ പിന്നെ ബോയ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ടീച്ചർ ഈ പദ്യം ചൊല്ലിക്കൊടുത്തു. അപ്പോൾ അവിടെ ഒരു ആൺകുട്ടി പാടുകയാണ്. ഓമനയായി വളർന്നു നിന്നിടുന്ന രാമനും പിന്നെയാ കാർവർണ്ണനും ചന്തമേഴുന്നൊരു ചെന്തുണ്ടി വാതുന്നിൽ ദന്തങ്ങൾ പോന്നു വന്നങ്കുരിച്ചു. അപ്പോൾ ടീച്ചർ അടുത്തതായിട്ട് ഒരു LKG കൊച്ചിനെ പഠിപ്പിക്കാനായിട്ട് പോവുകയാണ്. അപ്പം കുട്ടി ഇങ്ങനെ പാടുകയാണ്. ഓമനയായി വളർന്നു നിന്നിടുന്ന രാമനും പിന്നെയാ കാർവർണ്ണനും ചന്തമേഴുന്നൊരു ചെന്തുണ്ടി വാതന്നിൽ ചന്തമേഴുന്നൊരു ചെന്തുണ്ടി വാതന്നിൽ ദന്തങ്ങൾ പോന്നുവന്നങ്കുരിച്ചു. പിന്നെ ഈ പദ്യം തന്നെ ഒരു വല്യമ്മ, മുത്തശ്ശി പാടി അങ്ങനെ ഇരിക്കും. നോക്കാം. ഓമനെ ആയി വളർന്നു നിടുന്ന രാമനും പിന്നെയാ കാർവർണ്ണനും ചന്തമേഴുന്നൊരു ചെന്തുണ്ടി വാതന്നിൽ ദന്തങ്ങൾ പോന്നു വന്നങ്കുരിച്ചു. പല്ലവം പൂണ്ടോരോ മുല്ലയാം വല്ലിമേൽ ഉല്ല
ഉല്ലാസമുട്ടുകളെന്ന പോലെ. താങ്ക് യു.